വന്നിട്ടുള്ളത് ബഹ്റിനിലെ മറ്റൊരു പാർക്കിലെ വിശേഷങ്ങളുമായിട്ടാണ്. ഈ പാർക്കിന്റെ പേര് അബു ഗസൽ ഗാർഡൻ ആണ്. ഇതൊരു ഗാർഡൻ കൂടിയാണ്, എന്നാൽ പാർക്കുമാണിത്. അപ്പം നമുക്ക് ഇവിടുത്തെ എന്തൊക്കെയുണ്ടെന്ന് നോക്കിയാലോ. അപ്പം നമ്മൾ പാർക്കിന്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പം ഇവിടെ ആണെങ്കിൽ കുറേ കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾക്ക്. അത് കണക്ക് തന്നെ പാരൻസ് ഒക്കെ വരുമ്പോൾ അവർക്ക് ഇരിക്കാനും അവർക്ക് റെസ്റ്റ് ചെയ്യാനും ഒക്കെ ആയിട്ടാണ് ഈ സിറ്റിങ്, ഈ ഒരു കസേര പോലത്തെ സാധനം വെച്ചേക്കുന്നത്. ഞാൻ ഇനി ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇതാ പാർക്കിൽ എത്തിയ ഉടനെ തന്നെ അയ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ കളിക്കട്ടെ. അപ്പം നമുക്ക് നോക്കിയാലോ. അപ്പം ഈ മരം കണ്ടില്ലേ നിങ്ങൾ? ഇത് നമ്മുടെ നാട്ടിലെ വേപ്പ് മരം അടുത്തത്. അപ്പോൾ നല്ല വലിയ മരം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ചോദിക്കുമ്പോൾ എന്ത് കാറ്റാണെന്നറിയാവോ. അപ്പോൾ ഗായ്സ് ഇത് കണ്ടോ, നമ്മുടെ നാട്ടിൽ നമ്മൾ ശ്രദ്ധിക്കാതെ വിടുന്ന ഒരു പൂച്ചയുടെ കണക്കത്തെയാണ്. നാട്ടിലൊക്കെ ശരിക്കാണ്, പക്ഷെ നമുക്കിത് അധികം ആരും ശ്രദ്ധിക്കാതെ വിടുന്ന ഒരു പുല്ലാണിത്. പക്ഷെ ഇവിടെ ഇതിന് നല്ല ഡിമാൻഡാണ്. ഇവിടെ ഇവർ വെച്ച് പിടിപ്പിച്ചേക്കുന്നതാണിത്. പക്ഷേ നാട്ടിലാണെങ്കിൽ ഇത് ആർക്കും ഒരു അങ്ങനെ വിലയില്ലാത്തൊരു സാധനമാണ്. പക്ഷേ ഇവിടെ അവർ നല്ല ഭംഗിക്ക് വെച്ച് പിടിപ്പിച്ചേക്കുവാണ്. ഇത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം. അപ്പോൾ ഗായ്സ് നിങ്ങൾ കണ്ടോ, ആ ദൂരെ കുറച്ച് ആൺകുട്ടികൾ അവിടെ നിന്ന് കളിക്കുന്നത്, അത് പ്ലേ ഏരിയ ആണ്. അതെന്ന് പറയുമ്പോൾ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഫുട്ബോള്, ക്രിക്കറ്റ്, ബാഡ്മിൻ്റൺ അങ്ങനത്തേക്ക് കളിക്കാനുള്ള സ്ഥലമാണ്. അതാണ് അത്. അപ്പം നിങ്ങൾ ഈ കൂട് കണ്ടില്ലേ, ഇത് പണ്ട് യമുന വളർത്തിയിരുന്ന കൂടാണ്. ഞങ്ങൾ ആദ്യമൊക്കെ ബഹ്റിനിൽ ഈ പാർക്കിൽ വരുമ്പോഴത്തേക്ക് ഇവിടെ എമ്മ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വരുന്ന കുട്ടികൾ അതിനൊക്കെ ശല്യപ്പെടുത്തുന്നത് കൊണ്ടാണ് അതിനെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഗാർഡനിലോട്ട് മാറ്റിയത്. അപ്പോൾ ഗായ്സ് അവൾ കളിക്കാൻ കയറുന്നതിൻ്റെ ഒരു തിരക്കാണ്. ഇവിടെ ആരും അധികം വന്നിട്ടില്ല. ഇപ്പോൾ ഈ പ്ലേ ഏരിയയിൽ കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേ വരത്തുള്ളൂ കേട്ടോ. അപ്പം ആള് നിരങ്ങാൻ കയറിയിട്ടുണ്ട്. ഇപ്പം നിരങ്ങി വരും, ഇപ്പം വരും ഗായ്സ്. നിങ്ങളൊന്ന് നോക്കിക്കോ. ഇത്തിരി നിരങ്ങി വരാൻ ആൾ സമയം എടുക്കും. ഇത്തിരി അതിൻ്റെ അകത്ത് കയറി ഒന്ന് ഇരിക്കണം. സോ വന്നിട്ടുണ്ട്. ഞാൻ കയറാൻ പോവുകയാണ്. അപ്പോൾ ഗായ്സ് ഞാൻ ഇനി കയറാൻ പോകും. അപ്പോൾ ഗായ്സ് ഞാൻ കയറിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇറങ്ങി ഇനി വരാട്ടോ. അപ്പോൾ ഗായ്സ് ഞാനിനി ഇറങ്ങി വരാം. അപ്പോൾ ഗായ്സ് നിങ്ങൾ ഇത് കണ്ടോ, ഇത് കൊച്ചു കുട്ടികൾക്ക് ഇരുന്ന് നിരങ്ങാനുള്ള ഊഞ്ഞാലാണ്. അപ്പം നമുക്ക് അടുത്ത നോക്കിയാലോ. അപ്പോൾ ഗായ്സ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈന്തപ്പഴത്തിൻ്റെ മരം. ഇതാണ്ട് ഇത് കുറച്ചുകൂടെ വലിയ മരമാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇത് ഞാൻ കണ്ടോ പിടിച്ച് വരുന്നത്. ഇതിൽ കായ്കൾ കണ്ടോ, നല്ല കുഞ്ഞതായിട്ട് പിടിച്ചു വരുന്നതേ ഉള്ളൂ. ഇത് കുറച്ചൊക്കെ കഴിയുമ്പോൾ ചൂടൊക്കെ മാറുമ്പോഴത്തേക്ക് ഇത് നല്ല ഈത്തപ്പഴമാവും. എൻ്റെ കഴിഞ്ഞ പാർക്കിലെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരുവിധമൊക്കെ അറിയാം. കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. ഇനി നമ്മൾ ഈ പാർക്കിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഇവിടേക്ക് നല്ല മരങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലാണെങ്കിൽ മരങ്ങളൊക്കെ ഇപ്പോൾ വെട്ടി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പരമാവധി മരം വെച്ച് പിടിപ്പിക്കണം കേട്ടോ. ഗായ്സ് ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ഇത് ഞാൻ കുറച്ചുകൂടെ അങ്ങോട്ട് എനിക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ്
അടിപൊളിയായിട്ട് തെളിഞ്ഞ അടക്കത്തെ വെള്ളമാണ് ഇത്. അടിപൊളിയാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് കുടിക്കുക വരെ ചെയ്യാം നമുക്ക്. അങ്ങനത്തെ നല്ല വെള്ളമാണിത്. അപ്പം നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് ഇവിടുത്തെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോഴായിരിക്കും ആ വെള്ളത്തിൽ. അപ്പം നിന്ന് നോക്കിയതാ നല്ല അടിപൊളി കല്ലിയും ഇങ്ങനെ നല്ല ശുദ്ധ വെള്ളമാണ് കേട്ടോ. ഇത് നാച്ചുറലായിട്ട് തന്നെ വരുന്നതാണ്. ഇത് ഇവിടുത്തെ ഒരു ഫുഡ് കഴിക്കാനുള്ള ഇവിടെ വൈകുന്നേരം ആയതുകൊണ്ടാണ് ആൾക്കാരില്ലാത്തത്. അപ്പം എൻ്റെ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഞാൻ അപ്പോൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.